അതിന്റെ ഭാഗമായിട്ട് ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നതിനായിട്ട് LPS സ്കൂളിലെ പ്രിൻസിപ്പാളിനെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവമൂർത്തി സാർ നമ്മുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ബഹുദിന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനീയയായ സ്റ്റേറ്റ് ബാർ കൗൺസിലർ സൗമ്യ അവരുടെ അതിനുപൂർവ്വം ക്ഷണിക്കുന്നു. നിയമസഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ ഈ നിയമമണ്ഡലത്തിൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയാം എന്തൊക്കെ വികസനങ്ങളാണ് നമ്മുടെ ഈ വാർഡിൽ നടന്നിട്ടുള്ളതെന്ന്. പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ട് ഈ യോഗത്തിന്റെ സ്വാഗതം പറഞ്ഞ സൗമ്യ മേഡം അവരുടെ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള അജയ് സർ എല്ലാവർക്കും ആശംസ വ്യക്തിത്വങ്ങൾക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും ആദരണീയരായ എല്ലാ നാട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ നാടിന്റെ വികസനത്തിൽ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വികസന ചർച്ചകളുള്ള മറ്റു
കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് കട്ടത്തിരി ഏതാണ്ട് 7 സ്കൂളുകളുടെ ഉദ്ഘാടനം. കോഴിക്കോടാണെങ്കിൽ ഒരു ഐറ്റിയുടെ ഉദ്ഘാടനവും ഐറ്റിയുടെ മന്ത്രി ഞാൻ കൂടിയായിട്ട് ഐറ്റിയുടെ ഉദ്ഘാടനവും സ്വർണം നേടി സ്വന്തമായി വീട്ടിലാത്തൊരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് എല്ലാ താൽക്കാലികളും ചടങ്ങുമായി സ്കൂളിന്റെ ഉദ്ഘാടനം എന്നെല്ലാം പറഞ്ഞാൽ സകല കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പോയി നാട്ടുകാരെ ഒന്നടങ്കം കൂടുകയാണ്. ഇത് ഏതാണ്ട് ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമായി കാണുന്നത്. അവരീതി ചെയ്യുന്നു. എത്ര കോടി രൂപയുടെ കാര്യങ്ങളാണ് സൗമ്യയോട് പറഞ്ഞത്? സൗമ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ തന്നെ ഏതാണ്ട് 100 കോടി രൂപ ഈ വാർഡ്. രക്ഷാകർത്താക്കൾക്കൊന്നും ഇതിൽ താല്പര്യം അത് അറിയാത്തതാണ്. 61 കുട്ടികളുണ്ട്. ടീച്ചറിനെ ഞാൻ പറഞ്ഞു എത്ര ടീച്ചർമാർ അടുത്ത പ്രാവശ്യം 61 നമ്പർ 100 ആയില്ലെങ്കിൽ 5 ടീച്ചർമാരുണ്ടാവും. 2 ടീച്ചർമാരുണ്ടാവും. ബാക്കി ടീച്ചർമാർ 10,000 സ്കൂളിൽ പോകും. ആവശ്യമുള്ള ടീച്ചർമാർ 61 കുട്ടികളും 1 കോടി രൂപ വീതം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലല്ലോ. ആകെ 2 കോടി രൂപ നിർമ്മിച്ച് ഈ നൂതന മന്ദിരം ദേവമഠത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മൾ നൽകുന്ന ഊന്നലിന്റെ കൃത്യമായി തെളിവാണ്. ഈ 2 പഴയ കെട്ടിടങ്ങളോട് അടിച്ചു മാറ്റുമ്പോൾ നല്ല അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും നിങ്ങളുടെ MLA എന്ന നിലയിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസം ആധുനിക സൗകര്യങ്ങളോടുകൂടി സ്കൂളുകളിലൂടെ മാത്രമേ സാധ്യമാകൂ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി ഈ 4.5 വർഷം നിയമമണ്ഡലത്തിൽ 100 കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കിയിട്ടുള്ളത്. വിദ്യാലയങ്ങൾ ഇടപെട്ട് കേന്ദ്രങ്ങളാക്കുന്ന ലക്ഷ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പുതിയ ക്ലാസ് മുറികൾ, മികച്ച ലൈബ്രറികൾ, സയൻസ് ലാബുകൾ, പരിസരങ്ങൾ എന്നിവ മുൻകൂർ വഴി നമ്മുടെ കുട്ടികൾക്ക് ലോകത്തിന്റെ നിലവാരമുള്ള വിദ്യാഭ്യാസം കൂടെ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല നിയമമണ്ഡലത്തിലെ സമഗ്രമായ വികസനമാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് 900 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. മികവിന്റെ ആരോഗ്യ സേവനങ്ങൾക്കായി 55 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി. നമ്മുടെ യാത്രകളെ സുഗമമാക്കാൻ 6 പുതിയ പാർക്കുകളും 290 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾ പൂർത്തീകരിച്ചു. കലാ സാംസ്കാരിക രംഗം പരിപോഷിപ്പിക്കാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വികസനത്തിനായി 150 കോടി രൂപ ചെലവഴിച്ചു. സുഗമമായ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉൾക്കണ്ട നൽകി. ഗ്രാമത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ വിത്തുകൾ പാകി നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങളുടെ ജീവിതനിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും രക്ഷിതാക്കളോട് കുറച്ചുപേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ അധ്യാപകരെ, ഈ പുതിയ പഠനം നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുക. എന്ത് വേണോ ഗവൺമെന്റ് ഈ നമ്മുടെ കുറച്ച് മക്കളെ സഹായിക്കുന്നതിന് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ്. അവരുടെ വളർച്ചയും അവരുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷമാകുമ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി ടീച്ചറും നാട്ടുകാരും ടീച്ചർക്കാരും എല്ലാവരും സഹകരിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സഹകരിക്കണം എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇനി 5 മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലുള്ള 21 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടമാകും. ഇതുപോലുള്ള കെട്ടിടമാകും.